ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മിനി MBA കോഴ്സിൻ്റെ 8ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ട് സംരംഭകർക്ക് ഉണ്ടാവുന്ന സംശയങ്ങളാണ് നമ്മൾ മറുപടി പറയുന്നത്. അപ്പോൾ ഈ ഒരു മിനി MBA സീരീസിൻ്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ലൈസൻസ് ആവശ്യമാണോ എന്നുള്ള ചോദ്യമാണ്. സംരംഭത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, അതായത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രവൃത്തി അനുസരിച്ചിട്ടാണ് കേന്ദ്ര സംസ്ഥാന വകുപ്പുകളുടെ വിവിധ ലൈസൻസുകൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരിക. പിന്നെ ചില ബിസിനസ്സുകൾക്ക് ദി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി, അതായത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കി തരുന്നതിൻ്റെ ഭാഗമായിട്ട് ചില സംരംഭങ്ങൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട് സർക്കാർ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളോട് കൂടിയിട്ട് പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്. സംരംഭവുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് നിങ്ങളുടെ സംരംഭം എന്ത് പ്രവൃത്തിനെ അനുബന്ധിച്ചിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ലൈസൻസസ് എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാവുന്നതാണ്. എന്തിനെ സംബന്ധിച്ചിട്ടുള്ള ബിസിനസ്സാണോ നിങ്ങളുടേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ലൈസൻസസ് നിങ്ങൾ എടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത സംരംഭങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. 5 HP താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നതും വ്യവസായ വകുപ്പിൻ്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും അംഗീകാരമുള്ളതുമായ നാനോ അല്ലെങ്കിൽ ഗാർഹിക സംരംഭങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സംരംഭത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ആവശ്യമായ മറ്റ് ലൈസൻസുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം, മലിനീകരണ നിയന്ത്രണ ബോർഡ് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി തുടങ്ങിയ കേന്ദ്ര നിയമപ്രകാരം ആവശ്യമായിട്ടുള്ള ലൈസൻസുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അടുത്തൊരു ചോദ്യമാണ് പഞ്ചായത്ത് ലൈസൻസ് എടുക്കാതെ ഒരു സംരംഭം ആരംഭിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. നാനോ അല്ലെങ്കിൽ ഗാർഹിക സംരംഭങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന 10ഓളം ലൈസൻസുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് അർഹതയുള്ള സംരംഭങ്ങൾക്ക് www.kswift.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സ്വയം സാക്ഷ്യപ്പെടുത്തി അക്നോളജ്മെൻ്റ് എടുത്ത് സംരംഭം ആരംഭിക്കാവുന്നതാണ്. ഇതിന് 3 വർഷ കാലാവധി ഉള്ളതും അതിനുശേഷം 6 മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ലൈസൻസ് എടുക്കേണ്ടതുമാണ്. അപ്പോൾ എങ്ങനെയാണ് KSWIFTൻ്റെ ഈ ഒരു അക്നോളജ്മെൻ്റ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ് വീടുകളിൽ സംരംഭം ആരംഭിക്കുന്നതിന് എന്തൊക്കെ ലൈസൻസസ് ആണ് ആവശ്യമായിട്ട് വരിക എന്നുള്ളത്. HP താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന സംരംഭമാണെങ്കിൽ പഞ്ചായത്ത് ലൈസൻസിൻ്റെ ആവശ്യമില്ല. എങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതി പത്രം ആവശ്യമാണ്. MSME വകുപ്പിൻ്റെ ഉദ്യം രജിസ്ട്രേഷനും സംരംഭം എടുത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾക്ക് FSSAI രജിസ്ട്രേഷനും ആവശ്യമാണ്. അടുത്ത ചോദ്യം KSWIFT അക്നോളജ്മെൻറ്റ് ആർക്കൊക്കെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പുതുതായി ആരംഭിക്കുന്നതും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റെഡ് വിഭാഗത്തിൽ ഉൾപ്പെടാത്തതുമായ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് MSME സംരംഭങ്ങൾക്ക് KSWIFT വഴി അക്നോളജ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം KSWIFT അക്നോളജ്മെൻറ്റ് വഴിയുള്ള ആനുകൂല്യം ലഭിക്കാത്ത സംരംഭങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചുവപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംരംഭങ്ങൾ, അതുപോലെ തന്നെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം അല്ലാത്ത സംരംഭങ്ങൾ, നെൽവയൽ അല്ലെങ്കിൽ തണ്ണീർത്തട നിയമപ്രകാരം തടസ്സമുള്ള സ്ഥലത്ത് ആരംഭിക്കുന്ന സംരംഭങ്ങൾ, ഇവയ്ക്കൊക്കെയാണ് KSWIFT അക്നോളജ്മെൻറ്റ് ബാധകമായി വരാത്തത്. അതുപോലെ തന്നെ 2016 കേരള നഗര ഗ്രാമാസൂത്രണ ആക്ടിൽ 2016 9 എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ താഴെയായിട്ട് വിജ്ഞാപനം ചെയ്ത പ്രകാരമുള്ള മാസ്റ്റർ പ്ലാനിൽ അപ്രകാരമുള്ള പ്ലാൻ പ്രാബല്യത്തിലുള്ളിടത്ത് വ്യക്തമാക്കിയിട്ടുള്ള ഭൂവിനിയോഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരാളെ പ്രസ്തുത ഭൂമി ഉപയോഗിക്കുന്നതിന് അർഹനാക്കുന്നതല്ലാത്തതുമാകുന്നു. ഇനി അടുത്ത ചോദ്യം KSWIFT മുഖാന്തരം അക്നോളജ്മെൻറ്റ് എടുക്കുന്നതിന് ഫീസ് ഉണ്ടോ എന്നുള്ളതാണ്. ഫീസ് ഉണ്ട്. നിക്ഷേപ തുകയുടെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നുള്ളത് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയുടെ 0.01% ഫീസായിട്ട് ഓൺലൈനായി അടയ്ക്കേണ്ടതായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ ഓരോ ലൈസൻസും എടുക്കാൻ പ്രത്യേകം ഓഫീസുകളിൽ പോകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. KSWIFT പോർട്ടൽ മുഖേന ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ഓരോ വകുപ്പിലേക്കും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 280 രൂപയാണ് അപേക്ഷാ ഫീസ് വരിക. വിവിധ ലൈസൻസുകളുടെ അപേക്ഷാ ഫീസ് പ്രത്യേകമായിട്ടാണ് കൊടുക്കേണ്ടതായിട്ട് വരിക. അടുത്ത ചോദ്യം ഉദ്യം രജിസ്ട്രേഷൻ എന്നാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ
ചാനലിൽ, അതായത് ഈ ഒരു മിനി MBA സീരീസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ 3 വീഡിയോസും ഈ ലൈസൻസും രജിസ്ട്രേഷൻസിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കേന്ദ്ര സർക്കാരിൻ്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായിട്ടുള്ള രജിസ്ട്രേഷനാണ് ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഉദ്യം രജിസ്ട്രേഷൻ ആർക്കൊക്കെ എടുക്കാം എന്നുള്ളത്, ഉൽപ്പാദന സേവന മേഖലയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരമായ എല്ലാ സംരംഭങ്ങൾക്കും കൂടാതെ കച്ചവട സംരംഭങ്ങൾക്കും ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഉദ്യം രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. www.udyamregistration.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.